രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇൻഡോറിൽ മലിനജലം കുടിച്ച ജനങ്ങൾ മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശിലെ ബി.ജെ.പി. സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുതിർന്ന ബി.ജെ.പി. നേതാവ് ഉമാ ഭാരതിയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഭഗീരഥപുരയിലെ വാർഡ് 11-ൽ നടന്ന ഈ ദുരന്തം ഭരണകൂടത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ദരിദ്രർ മരിക്കുമ്പോൾ മോദി സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡബിൾ എഞ്ചിൻ സർക്കാരിനാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. മധ്യപ്രദേശ് ഇപ്പോൾ ദുർഭരണത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുമ്പോൾ ബി.ജെ.പി. നേതാക്കൾ അഹങ്കാരം കാണിക്കുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സർക്കാർ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ജനങ്ങൾ ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും അത് ചെവിക്കൊള്ളാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. സാധാരണക്കാരുടെ ജീവന് സർക്കാർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നതിന്റെ തെളിവാണ് ഇൻഡോറിലെ സംഭവ വികാസങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ കടുത്ത വിമർശനവുമായി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ ഉമാ ഭാരതി രംഗത്തെത്തിയത് സർക്കാരിനെ വെട്ടിലാക്കി. മോഹൻ യാദവ് സർക്കാരിനും ബി.ജെ.പിക്കും ഈ സംഭവം വലിയ നാണക്കേടാണെന്ന് അവർ തുറന്നടിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കേവലം പരിഹാസ്യമാണെന്നും ഉമാ ഭാരതി വിമർശിച്ചു. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള ഇൻഡോർ ഇപ്പോൾ വിഷം കലർന്ന വെള്ളം ഒഴുകുന്ന ഇടമായി മാറിയിരിക്കുന്നു.